രാഷ്ട്രീയത്തിൽ വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് പുതുമയൊന്നുമല്ല. പലപ്പോഴും അത് പരിധി വിടാറുമുണ്ട്. പ്രധാനമന്ത്രി മോദി പൊതുവെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പൊതുവിടങ്ങളിൽ അങ്ങനെ സംസാരിക്കാറില്ല. ഇന്ന് ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര സമാപന സമ്മേളനത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രധാനമന്ത്രി മോദിയുടെ മാതാവിനെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം നടത്തി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, തേജസ്വിനി ഇവരൊക്കെ സമ്മേളനം വിട്ടുപോയതിന് ശേഷമാണ് സംസാരിച്ചതെന്ന് പറയുന്നു. ആരും ആ മോശം പരാമർശം നടത്തുന്ന വ്യക്തിയെ തടഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇവിടെ മോദി വളരെ വികാരാധീനനായി ചോദിക്കുകയാണ്, എൻ്റെ അമ്മ നിങ്ങളോട് എന്ത് ചെയ്തു? എൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് ഞാൻ സങ്കല്പിക്കുക കൂടി ചെയ്തില്ല എന്നാണ് മോദി പറയുന്നത്. ഹിരബൻ മോദി 100-ാം വയസ്സിലാണ് മരിക്കുന്നത്. മോദിയുടെ അമ്മ 100-ാം വയസ്സിലാണ് മരിക്കുന്നത്. അവർ രാഷ്ട്രീയത്തിലോ പൊതു ഇടങ്ങളിലോ ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരിയായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. മകൻ്റെ പ്രശസ്തിയോ നേട്ടങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ തലമുറയിലെ ആൾക്കാരെക്കുറിച്ചോ കുടുംബത്തിനെക്കുറിച്ചോ അധിക്ഷേപം നടത്തുന്നത് പതിവാണ്. പക്ഷെ പലരും രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് രാഷ്ട്രീയത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കാം. പക്ഷേ ഇവിടെ മോദിയുടെ അമ്മ രാഷ്ട്രീയത്തിലോ പൊതുയിടങ്ങളിലോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് വളരെ നീചമായ പ്രവൃത്തി തന്നെയാണ്. ഇത് വിമർശിക്കേണ്ടത് തന്നെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇന്ന് വീട്ടുകാരെ പൊതുയിടങ്ങളിലേക്ക് വലിച്ചിഴക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ യോഗങ്ങളിൽ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നവരെ വിലക്കേണ്ടത് അത്യാവശ്യമാണ്.